PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ LP-UP ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളെയാണ് പരിചയപ്പെടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. LP-UP ഇൻ്റർവ്യൂവിന് വേണ്ടി സമഗ്രമായി പഠിക്കാനായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും 10 മോഡൽ എക്സാമും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് വേണമെങ്കിൽ നൽകുന്നതായിരിക്കും. സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ നമ്പറിലോ വാട്സപ്പിൽ LP-UP ഇൻ്റർവ്യൂ ഒന്ന് മെൻഷൻ ചെയ്ത് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ LP-UP ഇൻ്റർവ്യൂവിന് നിങ്ങൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഒബ്ജക്റ്റീവ് പരീക്ഷ അതേ പ്രാധാന്യം ഇൻ്റർവ്യൂവിനും ഉണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ ഏകദേശം 24-25ഓളം ക്ലാസ്സുകൾ LP-UP ഇൻ്റർവ്യൂവിന് വേണ്ടി മാത്രം സ്പെസിഫൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 26ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഇതിനു മുമ്പ് കാണാത്ത ക്ലാസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. നിങ്ങൾക്കത് എന്തായാലും ഇൻ്റർവ്യൂവിന് ഉപകാരപ്പെടുന്നതായിരിക്കും. ഇനി ഇൻ്റർവ്യൂവിന് പഠിക്കാനായിട്ട് ഉദ്യോഗാർത്ഥികൾ സമഗ്രമായി നമ്മൾ തയ്യാറാക്കിയുള്ള ക്വസ്റ്റ്യൻ ബാങ്കും 10 മോഡൽ എക്സാം ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഗാദർ കമ്മിറ്റി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗാദർ കമ്മിറ്റി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് വിഷയവുമായിട്ടാണ് ഗാദർ കമ്മിറ്റി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏതാ? വിദ്യാഭ്യാസമാണ് കേട്ടോ. ഗാദർ കമ്മിറ്റി ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയം വിദ്യാഭ്യാസമാണ്. കേരളത്തിൽ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ നിലവിൽ വന്നതെന്ന്? കേരളത്തിൽ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ നിലവിൽ വന്നത് 2018 ഫെബ്രുവരി 21 കേട്ടോ. കേരളത്തിൽ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ നിലവിൽ വന്നത് 2018 ഏപ്രിൽ 21 അങ്ങനെയാണ് ഈ ഭാഷാ പ്രതിജ്ഞയുടെ വരികൾ രചിച്ചത് ആരാണ്? ഈ അടുത്തിടെ മരിച്ച വളരെ മഹാനായിട്ടുള്ള MD വാസുദേവൻ നായരാണ്. MD വാസുദേവൻ നായർ. MD വാസുദേവൻ നായരാണ് ഭാഷാ പ്രതിജ്ഞയുടെ വരികൾ രചിച്ചത്. അപ്പോൾ 2018 ഫെബ്രുവരി 21 MD വാസുദേവൻ നായർ ഔദ്യോഗികമായിട്ട് അദ്ദേഹം രചിച്ചിട്ടുള്ള ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ നിലവിൽ വരുന്നത്. കേരളത്തിലെ ട്രൈബൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേരളത്തിലെ ട്രൈബൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ പാലോടാണ് കേട്ടോ. തിരുവനന്തപുരത്തെ പാലോടാണ് എന്ത് വരുന്നിട്ടുള്ളത്? നമ്മുടെ കേരളത്തിലെ ട്രൈബൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ കേരളത്തിലെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ നിലവിൽ വന്ന് 2018 ഏപ്രിൽ 21 MD വാസുദേവൻ നായരാണ് ഇത് രചിച്ചതെന്ന് പറഞ്ഞു. ഇനി എന്ത് ഭാഷാ പ്രതിജ്ഞയാണ് രചിച്ചത്? അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് ഞാൻ ഒന്ന് പറയാം കേട്ടോ. എൻ്റെ വീടാണ്, എൻ്റെ ആകാശമാണ്, ഞാൻ കാണുന്ന നക്ഷത്രമാണ്, എന്നെ തഴുകുന്ന കാറ്റാണ്, എൻ്റെ ദാഹം ശമിപ്പിക്കുന്ന കുളിർ വെള്ളമാണ്, എൻ്റെ ഭാഷ എൻ്റെ വീടാണ്, എൻ്റെ ആകാശമാണ്, ഞാൻ കാണുന്ന നക്ഷത്രമാണ്, എന്നെ തഴുകുന്ന കാറ്റാണ്, എൻ്റെ ദാഹം ശമിപ്പിക്കുന്ന കുളിർ വെള്ളമാണ്, എൻ്റെ അമ്മയുടെ തലോടലും ശാസനയുമാണ്, എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ്, ഏത് നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ ഭാഷയിലാണ്, എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ്, ഏത് പ്രതിജ്ഞയാണിതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? അത് ഭാഷാ പ്രതിജ്ഞയാണ്. 2018 ഫെബ്രുവരി 21 MD വാസുദേവൻ നായർ രചിച്ച വരികളാണ് ഇവിടെ പറഞ്ഞത്. എന്താണ്? എൻ്റെ ഭാഷ എൻ്റെ വീടാണ്, എൻ്റെ ആകാശമാണ്, ഞാൻ കാണുന്ന നക്ഷത്രമാണ്, എന്നെ തഴുകുന്ന കാറ്റാണ്, എൻ്റെ ദാഹം ശമിപ്പിക്കുന്ന കുളിർ വെള്ളമാണ്, എൻ്റെ അമ്മയുടെ തലോടലും ശാസനയുമാണ്, എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ്, ഏത് നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ ഭാഷയിലാണ്, എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ്. ഈ പ്രതിജ്ഞ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞയാണ് കേട്ടോ. ഒന്ന് ഓർത്തിരിക്കാൻ പറ്റുന്നവർ. ഇനി ഭിന്നശേഷിക്കാർക്ക് കേരള സർക്കാർ ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതിയുടെ പേര്? ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് കേരള സർക്കാർ ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതിയുടെ പേരെന്താണെന്ന്? ഏതാണ്? അതിജീവനമാണ് കേട്ടോ. അതിജീവനമാണെന്നൊന്ന് ഓർത്തിരിക്കുക. ജയ ജയ കോമള കേരള ധാരിണി തുടങ്ങുന്ന കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനം രചിച്ചതാര്? എന്നാണ് രചിച്ചത്? ജയ ജയ കോമള കേരള ധാരിണി എന്ന് പറഞ്ഞാൽ എന്താ? അത് കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനമാണ്. ഇത് രചിച്ചത് ബോധേശ്വരനാണ്. 1938 കേട്ടോ രചിച്ചത്. എന്നാണ്? 1938 അദ്ദേഹം രചിച്ചു. ഇത് 2014 കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനമായിട്ട് അംഗീകരിക്കുന്നത്. 2014 കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനമായിട്ട് എന്തു വരുന്നത്? നമ്മുടെ ഈ ഒരു ബോധനാശ്വരം രചിച്ചിട്ടുള്ള ജയ ജയ കോമള കേരള ധാരിണി കേരള സാംസ്കാരിക ഗാനമായിട്ട് വരുന്നത്. അപ്പോൾ ഗാദർ കമ്മിറ്റി ഏത് വിഷയവും ബന്ധപ്പെട്ടിരിക്കുന്നു? വിദ്യാഭ്യാസം ബന്ധപ്പെട്ടിരിക്കുന്നു. കേരളത്തെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ നിലവിൽ വന്നത് 2018 ഫെബ്രുവരി 21 MD വാസുദേവൻ നായരാണത്
എഴുതിയത്. കേരളത്തിൽ ട്രൈബൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം ജില്ലയിലെ പാലോടാണ്. ഭിന്നശേഷിക്കാർക്ക് കേരള സർക്കാർ ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതിയുടെ പേര് അതിജീവനം എന്നാണ്. ജയ ജയ കോമള കേരള ധാരണി തുടങ്ങുന്ന കേരള സംസ്കാരിക ഗാനം രചിച്ചത് ബോധനേശ്വരനാണ്. 1938 രചിക്കുന്നത്. 2014 ഔദ്യോഗികമായിട്ടിത് നിലവിൽ വരുന്നത്. കേരള നിയമസഭയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിൻ്റെ പേര്, കേരള നിയമസഭയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിൻ്റെ പേരെന്താണ്? ആർക്കെങ്കിലും അറിയാമോ പേരെന്താണ്? കേരള നിയമസഭയുടെ ടി വി ചാനൽ, കേരള നിയമസഭയുടെ ടി വി ചാനൽ ഏതാണ്? സഫ ടി വി ആണ് കേട്ടോ, സഫ ടി വി. കേരളത്തിലെ ശ്രേഷ്ഠ ഭാഷാ ദിനമായി ആചരിക്കുന്നത്, കേരളത്തിൽ ശ്രേഷ്ഠ ഭാഷാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്താണ്? നവംബർ 1 തീയതിയാണ്. നവംബർ 1 തീയതിയാണ് കേരളത്തിൽ ശ്രേഷ്ഠ ഭാഷാ ദിനമായിട്ട് ആചരിക്കുന്നത്. ആചരിക്കാൻ തുടങ്ങിയത് 2013 മുതലാണെന്ന് ഓർക്കുക കേട്ടോ. കേരളത്തിൽ ശ്രേഷ്ഠ ഭാഷാ ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ 1, 2013 മുതലാണ്. കേരളത്തിൽ എത്ര ജവഹർ നവോദയ വിദ്യാലയങ്ങളുണ്ട്? എത്രയുണ്ട്? 14 ഉള്ളത്. ഓരോ ജില്ലയ്ക്കും ഓരോ വിദ്യാലയങ്ങൾ വെച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയുടെ നേര്യമംഗലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകളുള്ള ജില്ല, 2019 കണക്ക് പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകളുള്ളത് ഏത് ജില്ലയിലാണ്? എല്ലാവർക്കും അറിയാമല്ലോ. എല്ലാവരും LP UP വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വയ്ക്കുന്ന ജില്ല ഏതാ? മലപ്പുറമാണ്. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ സ്കൂളുകൾ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ LP UP വരുമ്പോൾ മലപ്പുറം ജില്ലയിലേക്ക് വയ്ക്കുന്നത്. 2018 പ്രളയ സമയത്ത് ഇന്ത്യൻ കരസേന നടത്തിയ ദുരിതാശ്വാസ ഓപ്പറേഷൻ്റെ പേരെന്താണ്? 2018 പ്രളയ സമയത്ത് ഇന്ത്യൻ കരസേന നടത്തിയ ദുരിതാശ്വാസ ഓപ്പറേഷൻ്റെ പേര് സഹയോഗ് എന്നാണ് കേട്ടോ. സഹയോഗ് എന്നാണ്, ഒന്ന് ഓർത്തിരിക്കണേ. കേരളത്തിലെ ഔദ്യോഗിക ഭാഷാ പ്രസിദ്ധീകരണത്തിൻ്റെ പേരെന്താണ്? കേരള നിയമസഭയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിൻ്റെ പേര് അറിവോരം എന്താണ്? കേരള നിയമസഭയുടെ ടി വി ചാനലിൻ്റെ പേരെന്താണ്? സഫ ടി വി എന്നാണ്. കേരളത്തിൽ ശ്രേഷ്ഠ ഭാഷാ ദിനമായി ആചരിക്കുന്നത് നവംബർ 1, 2013 മുതലാണ് ഇത് ആചരിച്ചു തുടങ്ങിയത്. കേരളത്തിൽ എത്ര ജവഹർ നവോദയ വിദ്യാലയങ്ങളുണ്ട്? 14. ഓരോ ജില്ലയ്ക്കും ഓരോന്ന് വെച്ചുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകളുള്ള ജില്ല മലപ്പുറം ജില്ലയാണ്. 2018 പ്രളയ സമയത്ത് ഇന്ത്യൻ കരസേന നടപ്പിലാക്കിയ ദുരിതാശ്വാസ ഓപ്പറേഷൻ്റെ പേരെന്താണ്? സഹയോഗ് എന്നതാണെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക. അടുത്തത് കേരളത്തിൽ ഏറ്റവും കുറവ് സ്കൂളുകളുള്ള ജില്ല 2019 കണക്ക് പ്രകാരം അത് വയനാട് ജില്ലയാണ് കേട്ടോ. ഏത് ജില്ലയാണ് ഏറ്റവും കുറവ് സ്കൂളുകളുള്ളത്? വയനാട് ജില്ലയിലാണ്. വയനാടാണ് ഏറ്റവും കുറവ് സ്കൂളുകൾ ഉള്ളത്. ഇനി സർവ്വശിക്ഷ അഭിയാനും രാഷ്ട്രീയ മാധ്യമിക ശിക്ഷ അഭിയാനും സംയോജിപ്പിച്ച് നടപ്പിലാക്കി വരുന്ന പദ്ധതി. സർവ്വശിക്ഷ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമിക ശിക്ഷ അഭിയാൻ എന്നിവ സംയോജിപ്പിച്ച് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് സമഗ്ര ശിക്ഷ അഭിയാൻ എന്ന് പറയുന്നത്. അപ്പോൾ സർവ്വശിക്ഷ അഭിയാനും രാഷ്ട്രീയ മാധ്യമിക ശിക്ഷ അഭിയാനും യോജിപ്പിച്ച് നടപ്പിലാക്കി വരുന്ന പദ്ധതി പേരെന്താണ്? സമഗ്ര ശിക്ഷ അഭിയാൻ. സമഗ്ര ശിക്ഷ അഭിയാൻ ലക്ഷ്യമിടുന്നത് എന്താണ്? പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസത്തിനുള്ള സംയോജിത പദ്ധതിയാണ് കേട്ടോ. സമഗ്ര ശിക്ഷ അഭിയാൻ ലക്ഷ്യമിടുന്നത് എന്താണ്? പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ സംയോജിത പദ്ധതിയാണ്. അടുത്തത് കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല. ഏതാണ് കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല? തിരുവിതാംകൂർ സർവകലാശാലയാണ് കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല. അപ്പോൾ അങ്ങനെയാണ് കേരളത്തിൽ ആകെ എത്ര സർവകലാശാലകളുണ്ട്? കേരളത്തിലാകെ 13 സർവകലാശാലകളാണ് ഉള്ളത്. എത്രയാണ്? 13 സർവകലാശാലകളാണ് കേരളത്തിലാകെ ഉള്ളത്. അത് ഏതൊക്കെയാണെന്ന് ചോദിക്കുവാണെങ്കിലോ, കേരള സർവകലാശാല സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? തിരുവനന്തപുരമാണ് കേട്ടോ. ഇനി അടുത്തത് കാലിക്കറ്റ് സർവകലാശാലയാണ്. തേഞ്ഞിപ്പാലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കാലിക്കറ്റ് സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. കൊച്ചി സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് കളമശ്ശേരിയിലാണ്. കൊച്ചി സർവകലാശാല കളമശ്ശേരി സ്ഥിതി ചെയ്യുന്നു. മഹാത്മാഗാന്ധി സർവകലാശാല അതിരമ്പുഴ, കോട്ടയത്തെ അതിരമ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശ്രീ ശങ്കര സർവകലാശാല കാലടിയിലാണ്. കാർഷിക സർവകലാശാല മണ്ണൂത്തി. കണ്ണൂർ സർവകലാശാല കണ്ണൂർ തന്നെയാണ്. കേരള ഫിഷറീസ് സമുദ്ര സർവകലാശാല പനങ്ങോട് ആണ്. ഇനി കേരള ആരോഗ്യ സർവകലാശാല തൃശ്ശൂരാണ്. കേരള വെറ്റിനറി സർവകലാശാല പൂക്കോടാണ്. കേരള സാങ്കേതിക സർവകലാശാല 2014 വന്നിട്ടുള്ളത്. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല തിരൂരാണ്. ശ്രീ നാരായണ ഗുരു ഓപ്പൺ സർവകലാശാല
2020 വന്നിട്ടുള്ള ഏറ്റവും അവസാനം വന്നിട്ടുള്ള സർവകലാശാലയാണ് ശ്രീ നാരായണ ഗുരു ഓപ്പൺ സർവകലാശാല. അങ്ങനെ മൊത്തം 13 സർവകലാശാലകളാണ് ഉള്ളത്. ആദ്യത്തേത് തിരുവിതാംകൂർ സർവകലാശാലയാണെന്ന് കൂടി ഓർത്തിരിക്കുക. മറക്കണ്ട, ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റോ 10 മോഡൽ എക്സാമോ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലോ വാട്സപ്പിൽ LPUP ക്വസ്റ്റ്യൻ ബാങ്ക് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് മെസ്സേജ് ചെയ്ത് ലഭിക്കും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.